എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ വർഷം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട PSC ഭാഗത്തുള്ള നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. ഒരുപാട് നിയമനം നടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ PSC ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ നോട്ടിഫിക്കേഷൻ, എങ്ങനെ നമുക്ക് പഠിക്കാം, എന്ന് നോട്ടിഫിക്കേഷൻ വരും, എന്നതിൻ്റെ എക്സാം നടക്കും, എന്ന് റാങ്ക് ലിസ്റ്റ് വരും, അതിൻ്റെ സിലബസ് എന്താണ്, എത്ര പേർക്ക് ജോലി കിട്ടും, ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും, എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്, സിലബസ് എന്താണ്, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഈ ഒരൊറ്റ സെഷൻ ഫുള്ള് നിങ്ങൾ കണ്ടാൽ പിന്നെ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു സംശയവും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എന്ന് നോട്ടിഫിക്കേഷൻ വരും മക്കളെ? ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഈ നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ ആണ് ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, നോട്ടിഫിക്കേഷൻ വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരും, ഇനി അങ്ങോട്ട് എക്സൈസ് ഇൻസ്പെക്ടർ വരാനുണ്ട്, ജയിലർ വരാനുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് കോമൺ പ്രിലിംസ് ആവാനാണ് സാധ്യതയുള്ളത്, ഡിഗ്രി ലെവലിന്റെ കോമൺ പ്രിലിംസ്. ആ പ്രിലിംസ് എപ്പോൾ നടക്കും? 2026 അടുത്ത വർഷം ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്കതിന്റെ പ്രിലിംസ് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്കതിന്റെ മെയിൻസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. 2027 മാർച്ച് മാസത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, നിലവിൽ വരും. ആ റാങ്ക് ലിസ്റ്റിന് 2028, 29, 30 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി കാണും. എന്ന് വെച്ചാൽ ഈ 3 വർഷങ്ങളിൽ വരാൻ പോകുന്ന എല്ലാ ഒഴിവുകളും ഫില്ലാവുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫില്ലാവുന്നത്. ഓക്കെ അല്ലേ? ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്തൊരു ഡൗട്ട് വരുന്ന ഇതാണ്, എന്തുകൊണ്ട് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം? അതായത് ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ചന്നം പിന്നെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു വർഷം PSC ഭാഗത്ത് നിന്ന് ഏതാണ്ട് 800+ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ 700+ നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് എന്താണ് ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത? മക്കളെ, ഈ നോട്ടിഫിക്കേഷന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതായത് PSC ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് LD ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഒരുപാട് നിയമനങ്ങൾ നടക്കും, ഒത്തിരി അഡ്വൈസ് പോകും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ട് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 3883 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. പക്ഷെ നിലവിൽ ഉള്ള റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനെക്കാളും എന്ത് ചെയ്യും, അഡ്വൈസ് പോകും, ഉറപ്പാണത്. അപ്പോൾ നോക്കുക, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 13/3/2024 ഗ്രേഡ് 1 റാങ്ക് ലിസ്റ്റ് വന്നത്. 13/3/2024 എന്ന് വെച്ചാൽ ഇപ്പോൾ 1 വർഷവും 2 മാസമായി. ഈ 1 വർഷം 2 മാസം കൊണ്ട് ഗ്രേഡ് 1 മാത്രം 1353 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 1353 അഡ്വൈസ്. ഗ്രേഡ് 2 നോക്കുകയാണെങ്കിൽ 691 അഡ്വൈസ് പോയി. എന്ന് വെച്ചാൽ 2000-ലധികം നിയമനങ്ങൾ നടന്നു 1 വർഷം കൊണ്ട്. ഓക്കെ, അപ്പോൾ 3 വർഷം കൊണ്ട് എന്ത് ചെയ്യാം, ഇതിനേക്കാളും അഡ്വൈസ് എന്ത് ചെയ്യും, പോകും. അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനേക്കാളും കൂടുതൽ അഡ്വൈസ് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞു, നിയമനം ഒരുപാട് നടക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതെങ്ങനെ ബാക്കിയില്ലാത്തൊരു നിയമനം നടക്കത്തില്ലേ? യെസ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വരാൻ പോവുകയാണ്. എത്ര നിയമനങ്ങൾ നടക്കും? ഒരു 700 അഡ്വൈസ് മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 700 അഡ്വൈസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നു. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലോ ഏതാണ്ട് 4000 അഡ്വൈസ് ആണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 6 മടങ്ങിലധികം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6 മടങ്ങിലധികം നിയമനങ്ങളാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിനകത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചാലും നമ്മൾ എഫേർട്ട് കൊടുത്താൽ ജോലി കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു 4 ലക്ഷം പേരായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യുന്നത്. 4 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് എക്സാം എഴുതുന്ന ആൾക്കാർ ഒരു 2 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നു, എക്സാം എഴുതുന്നു. അതിനകത്ത് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർ, നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പോകുന്ന ആൾക്കാർ ഒരു 20,000 പേര് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പോൾ 20,000 പേര് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് 5-ൽ ഒരാൾക്ക് ജോലിയാണ്. ഇതാണ് പ്രത്യേകത. പഠിച്ചിട്ട് പോയാലും 5-ൽ ഒരാൾക്ക് എന്താണ്, ജോലി സാധ്യത ഉള്ള ഒരു എക്സാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എഫേർട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് എന്ത് കൊടുക്കുക, എഫേർട്ട് കൊടുക്കുക. അപ്പോൾ ജോലി എന്തായിരിക്കും, ഉറപ്പായിരിക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് എന്താണ് ജോലി? ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയത്തില്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകത, ജോലിയുടെ സ്വഭാവം എന്താണ്. അപ്പോൾ ഇതൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെൻഷൻ എന്ന ഫാക്ടർ കാണത്തില്ല. പക്ഷേ പെൻഷൻ, PF പെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പ്ലസ് എന്താണ്, നമുക്ക് ഭയങ്കര സാലറി ആയിരിക്കും. സാലറി നല്ല കൂടുതലാണ്, പക്ഷേ PF പെൻഷൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. തിരിച്ചു വരാം നമുക്കപ്പോൾ ഡീമെറിറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മെറിറ്റിലേക്ക് വരാം. എന്താണ് ജോലി? ഇതിന് മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പഴയ നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ, ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ഒറ്റ നോട്ടിഫിക്കേഷനിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ജോബാണ് ഇവിടെ വരുന്നത്. പക്ഷേ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നത്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2. സിംപ്ലി അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, പറയുന്നതിൽ
ഡെഫിനേഷൻ കുറച്ച് കറക്റ്റ് ആയിരിക്കത്തില്ല, എന്നാലും ഞാൻ എൻ്റെ തലത്തിലൊന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മുടെ KSFE ആയിക്കോട്ടെ, അതേ കണക്ക് തന്നെ KSEB ആയിക്കോട്ടെ, KSFE, KSEB, അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ആയിക്കോട്ടെ, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയിക്കോട്ടെ, മലബാർ സിമൻസ് ആയിക്കോട്ടെ, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ആയിരുന്നു കാറ്റഗറി നമ്പർ 26/2022. ഇനി മറ്റുള്ള തലങ്ങളിൽ ഫോർ എക്സാമ്പിൾ KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ, അത് കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. അങ്ങനെ 2 നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ക്ലർക്ക്, ആ ജോലിയാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സാലറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ KSFയിലൊക്കെ കയറുകയാണെങ്കിൽ നല്ല സാലറിയാണ്. നമുക്ക് സെക്രട്ടറി അസിസ്റ്റൻ്റിനെക്കാളും നമുക്ക് എന്ത് ചെയ്യും, സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല അവർക്ക് ടാർഗറ്റിനനുസരിച്ച് ബോണസും ബാക്കിയെല്ലാം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. KSEBയിൽ അതുപോലെ തന്നെ സാലറിയൊക്കെ എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് നിയമനം നടക്കുന്നു, സാലറിയും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതാണ് പ്രത്യേകത. അവിടെ എന്താണ് ജോലി? ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അസിസ്റ്റൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ KSFയിലൊക്കെ പോകണമെങ്കിൽ അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും ബാക്കി എല്ലാത്തിനും കാണത്തില്ല, നമ്മൾ ചെന്ന് സംസാരിക്കുന്നു. അതായത് അസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ ജോലിയുടെ സ്വഭാവം വരുന്നത്. ഓക്കെയാണ്. അപ്പോൾ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായി. പണ്ടൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു, ഇപ്പോൾ 2 നോട്ടിഫിക്കേഷനായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷനിലാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ 1353 അഡ്വൈസാണ് ഒരു വർഷം കൊണ്ട് നടന്നത്. രണ്ടാമത്തെ ആണെങ്കിലോ 691 അഡ്വൈസാണ് ഒരു വർഷം കൊണ്ട് ഇവിടെ നടന്നിരിക്കുന്നത്. 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത്. ഇനി രണ്ടാമത്തെ ഇതാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം. മക്കളെ, ഈ കമ്പനി ബോർഡ് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്വാളിഫിക്കേഷൻ മറക്കണ്ട, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഈ വർഷം വരാൻ പോകുന്ന മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്, ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നിയമനം ഇച്ചിരി കുറവായിരിക്കും, പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ ജയിലർ. ഇതൊക്കെ നമുക്ക് ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. പിന്നെ കമ്പനി ബോർഡ് LGS വരും, ക്വാളിഫിക്കേഷൻ വന്നിട്ട് 7th ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. VFA വരും, അത് കഴിഞ്ഞ് ബിവറേജ് LD വരും. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിഗ്രിയാണ് ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതിനുശേഷം ഏജ് ലിമിറ്റ് എന്താണ്? സോ ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് വർഷം പറഞ്ഞ് പറയാം. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ 2/1/1989 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, അതായത് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ 2/1/1986 അത് കഴിഞ്ഞ് 1/1/2007 ഇടയ്ക്ക് 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് SC/ST ആണെങ്കിൽ 5 വർഷം നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2/1/1984 1/1/2007 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്? അടുത്ത സിലബസ് എന്താണ്? ഇപ്പോൾ സിലബസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമാണ് നടക്കാൻ പോകുന്നത്. ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ മെയിൻസ് ആയിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസിൽ ഫോക്കസ് ചെയ്യാം. സോ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് ഡിഗ്രി പ്രിലിംസിൻ്റെ അതേ സിലബസ് ആണ് വരുന്നത്. നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് സിലബസിലേക്ക് പോകുമ്പോൾ അവിടെ ഹിസ്റ്ററി എത്ര മാർക്കാണ്, 10 മാർക്കാണ്. അത് കഴിഞ്ഞ് ജോഗ്രഫി 5 മാർക്കാണ്, എക്കണോമിക്സ് 5 മാർക്കാണ്, സിവിക്സ് വന്നിട്ട് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 10 മാർക്ക്. അത് കഴിഞ്ഞ് IT 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി വന്നിട്ട് 5 മാർക്ക്, മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. ഇങ്ങനെയാണ് പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, കൂടുതൽ മാർക്ക് കിട്ടുന്ന ടോപ്പിക്കൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് കഴിഞ്ഞ് ഹിസ്റ്ററി വന്നിട്ട് 10 മാർക്കാണ്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 10 മാർക്കാണ്. അവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ എത്ര മാർക്കായി, 70 മാർക്കായിട്ട് മാറി. എന്ന് വെച്ചാൽ 5 വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ 70 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും കിട്ടത്തില്ല, എന്നാലും അത്രയും മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ട് 30 മാർക്കാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താണ്, മെയിൻസ് എക്സാം ആണ്. ഓക്കെ, അതിനുശേഷം അടുത്ത ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഇതാണ്, എന്ന് ജോലി കിട്ടും. ഞാൻ പറഞ്ഞത് 2027 മാർച്ച് മാസമാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ റാങ്കാണ് മേടിക്കുന്നതെങ്കിൽ ആദ്യത്തെ മാസമോ രണ്ടാമത്തെ മാസമോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം. അത് കഴിഞ്ഞ് ഒരു 1000-ന് താഴെയാണെങ്കിൽ 1ാമത്തെ വർഷം നമുക്ക് ജോലി കിട്ടാം. 2000 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ 1 to 2 ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജോലി കിട്ടാം. അപ്പോൾ ബാക്കി ഒരു 3500 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് വർഷം
എന്തായാലും നമുക്ക് എന്താണ് ജോലി ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ന് ജോലി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ എക്സാമിന് തയ്യാറാം, ഇപ്പോഴേ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരു എക്സാമും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരുന്നാൽ കിട്ടത്തില്ല. കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ബാക്കി എല്ലാവരും തന്നെ ഒരുപാട് കാലം കൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു യുദ്ധം വരും, എല്ലാ യുദ്ധത്തിനും പോയി അറ്റൻഡ് ചെയ്യുന്ന പോലെ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവരോടാണ് എന്ത് ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യുന്നത്. സോ നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ വളരെ സമാധാനത്തോടുകൂടി ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയോടുകൂടി കൃത്യമായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് സിലബസ് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർ റിവിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ജോലി ഒരു ടെൻഷനും ഇല്ലാതെ എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. അതാ പ്രത്യേകത. എപ്പോഴും ഒരു പ്രിപ്പറേഷൻ, ലോങ് ടേം പ്രിപ്പറേഷനാണ് നല്ലത്. കാര്യം അവിടെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊരു ചോദ്യമില്ല. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ജോലി ഷുവറാണ്. നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും, അതായത് SBCID ആയിക്കോട്ടെ, പ്രിലിംസ് സിലബസ് കോമൺ ആണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അപ്പോൾ ഇതേപോലുള്ള ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റം, ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു അടിപൊളിയായിട്ടൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഇതാണ്. ഈ മെയ് മാസത്തിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഉദ്ദേശിക്കുന്നത് 20-ാം തീയതിക്ക് ശേഷമുള്ള ഫസ്റ്റ് ബുധനാഴ്ചയാണ് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ബാച്ചിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? എല്ലാവരും പ്രിലിംസിൻ്റെ ക്ലാസ് മാത്രം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിലിംസ് പ്ലസ് മെയിൻസ് കവറേജ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, മെയിൻസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അതായത് പ്രിലിംസ് ബാച്ച്, പിന്നെ അത് കഴിഞ്ഞ് മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അതിന് ശേഷമാണെങ്കിൽ ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അതായത് എങ്ങനെ പഠിക്കണം, എല്ലാ ദിവസവും രാവിലെ മക്കളെ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ദിവസം വീക്കായ ആ തലത്തിലുള്ളൊരു മോട്ടിവേഷനുള്ള ഒരു മെൻറ്റർഷിപ്പുള്ള ഒരു ബാച്ച്. മാത്രമല്ല ഇതൊരു ലോങ് ടേം ബാച്ചാണ്. ഒരു ലോങ് ടേം ബാച്ച്, എക്സാം വരെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു ലോങ് ടേം ബാച്ച്. എന്ന് വെച്ചാൽ ഒരു 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ ബാക്കി എല്ലാവരും പോലെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, സിലബസ് ഓടിച്ചിട്ട് കവർ ചെയ്ത് ആ ബാച്ച് തീർന്നെന്ന് പറഞ്ഞ് പൊക്കമെന്ന് പറഞ്ഞ് വിടത്തില്ല. എന്നാണോ എക്സാം വരുന്നത്, ആ എക്സാം വരെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് നിങ്ങൾക്ക് നമ്മൾ തന്നിരിക്കും. ഓക്കെ, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ NDPCയുടെ ഫസ്റ്റ് ബാച്ച്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് 2024 ഒക്ടോബർ 9 സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഇന്ന് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മാസം കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ ആ ബാച്ചിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും, ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ, ഞായറാഴ്ച എന്നൊരു ദിവസമല്ല ഒഴിച്ച് ബാക്കി എല്ലാ ദിവസത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഇപ്പോഴും നമ്മൾ ക്ലാസ് കൊടുക്കുന്നു, റിവിഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെയും ജോലി അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടേം ബാച്ചാണ്. ഒരു പ്രോപ്പറായിട്ട് മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഏതാണ്ട് ഒരു 400+ അവേഴ്സിൻ്റെ ക്ലാസ്സസ്, അത് കഴിഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, ദെൻ പ്രോപ്പറായിട്ടുള്ളൊരു മെൻറ്റർ സപ്പോർട്ട്. അതിനുശേഷം നിങ്ങൾക്ക് നോട്ട്സൊക്കെ ആണെങ്കിൽ ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിൻ്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുത്തൊരു PPT അല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്, കുറച്ച് പോയിന്റ്സ് മാത്രമുള്ളൊരു PPT അല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്. മറിച്ച് ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിൻ്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാച്ചിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിന് ശേഷമാണെങ്കിൽ നോക്കാം നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്. മെയ് മുതൽ ഒക്ടോബർ വരെ എന്തായിരിക്കും, സിലബസ് കവറേജ് ആയിരിക്കും. അതായത് സിലബസ് കവറേജ് കാണും, അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കാണും, ഡെയിലി എക്സാം കാണും, വീക്ക്ലി എക്സാം കാണും, മന്ത്ലി എക്സാം കാണും. അത് കഴിഞ്ഞ് നവംബർ ഡിസംബർ മാസങ്ങളിൽ എന്തായിരിക്കും, റിവിഷൻ ആയിരിക്കും. അതിന് ശേഷമാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും വരുന്നത്, പ്രിലിംസ് വരെ. അതിന് ശേഷമാണെങ്കിൽ മെയിൻസ് തുടങ്ങുന്ന സമയത്ത് ആ മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് കാണും, ഫ്രീ ആക്സസ് നിങ്ങൾക്ക് കാണാം. അതാണ് ഞാൻ പറഞ്ഞ എക്സാം വരെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കാണും. ഒരു പ്രോപ്പർ മെൻ്റൽ എന്താ പറയുക, നമ്മുടെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ ഒരു മെൻ്റൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ബാച്ച്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 150 പേർക്ക് ചെറിയൊരു ഓഫറുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരായി, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 150 പേർക്ക് നമ്മൾ VFAയുടെ ബാച്ച് തുടങ്ങുന്ന സമയത്ത്, VFA ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ കണ്ടൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആഡായിട്ട് കിട്ടും. ഓക്കെ, അത് ഈ 150 പേർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ഓഫറാണ്, എയർലി ബേർഡ് ഓഫർ പോലെ നമ്മൾ
ഇങ്ങനെയാണ് നമ്മൾ ബാച്ച് എന്ത് ചെയ്തേക്കുന്നത്, പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4,999 എമൗണ്ട് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റും, നിങ്ങളെ ജോലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ച് കയറ്റാൻ പറ്റും. ആ തരത്തിലുള്ള ഒരു ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൂപ്പർ നോട്ട്സിൻ്റെ ഭാഗത്ത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ താമസിക്കേണ്ട, ആദ്യം തന്നെ ജോയിൻ ചെയ്യുക, ജോലി ഉറപ്പിക്കുക. അപ്പോൾ ബാക്കി ഒന്നും പറയാനില്ല, നന്നായിട്ട് വർക്ക് ചെയ്തോ. എപ്പോഴും ഓർത്ത് വെച്ചേക്കാം, നമ്മുടെ ലൈഫിൽ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സോ ഒരുപാട് സമയം നിങ്ങൾ ഇതിൻ്റെ പുറകെ നിങ്ങൾ ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക, ഈ ജോലി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് പോവുക. ഓക്കെ, അപ്പോൾ കുറച്ച് കാലത്തെ കഷ്ടപ്പാട്, ലൈഫ് മൊത്തം എന്താണ്, സ്റ്റെബിലിറ്റി, സന്തോഷം, ബാക്കിയെല്ലാം കാണാം. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നിങ്ങൾക്ക് തരുന്നത്, അത് കഴിഞ്ഞ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണ്, അത് കഴിഞ്ഞ് മെൻറ്റർഷിപ്പ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എല്ലാം നിങ്ങളെ നമ്മുടെ മെൻറ്റേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം, അതൊന്ന് ഫില്ല് ചെയ്തേക്കാം. ഉറപ്പായിട്ടും അവർ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിച്ചോടാ, ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.